രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ്. നോക്കൂ, രാഹുൽ മാങ്കൂട്ട ശ്രീമാറിയേട്ടൻ അതിന് മറുപടി പറയണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കാര്യം ഇങ്ങനെയുള്ള ഒരു പേഴ്സണൽ ചോയ്സ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയാണോ, ആര് പറഞ്ഞു എന്ന് ശ്രീമാറിയേട്ടൻ ചോദിച്ചു. ശ്രീമാറിയേട്ടൻ അത് പറയണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എൻ്റെ ശബ്ദരേഖയല്ല എന്ന് ഞാൻ പറയണം. ഞാൻ എനിക്കിഷ്ടമുള്ളപ്പം ലിറ്റിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളപ്പം കേസ് കൊടുക്കും. എന്താ ഇഷ്ടമുള്ളപ്പം? എപ്പോഴാണ് ഇഷ്ടം? എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഞാൻ സ്ലോട്ടിൽ വീണ് കഴിഞ്ഞിട്ടോ? നിങ്ങൾക്കെതിരെ നോക്കൂ, ലീഗലായി മാത്രം കാണേണ്ട ഒരു വിഷയമല്ല അത്. കാര്യം, ഒരു സ്ത്രീ അപ്പുറത്ത് നിൽക്കുന്നു, അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ സംസ്ഥാനത്ത് അവർ നിൽക്കുന്നു. പോലീസിൻ്റെ മുന്നിൽ കംപ്ലയിൻറ്റ് വന്നാൽ മാത്രമേ സ്റ്റേറ്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആ പോലീസിന് മുന്നിലേക്ക് കംപ്ലയിൻറ്റ് പറയാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നമാണ്. കാര്യം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പവർഫുള്ളാണ്, അവർ ഡീൽ ചെയ്യും. അവർക്കെതിരെ നോക്കൂ, ഈ പറയുന്ന ആൾക്കാർക്ക് VD സതീശനെതിരെ സൈബർ ആക്രമണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്ന് അഡ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണത്. ശ്രീ VD സതീശന് പോലും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് കോൺഗ്രസ്സുകാർ VD സതീശനെ ചീത്ത വിളിക്കുന്നത്. അദ്ദേഹത്തെ കേക്കച്ചൻ എന്നൊക്കെ വിളിച്ച് എന്തൊക്കെ മോശമായിട്ടാണ് പരാമർശങ്ങളാണ് വന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായി. പ്രതിപക്ഷത്തെ നേതാവിന് പോലും നിക്കക്കളി ഇല്ലാത്തൊരു സാഹചര്യം വന്നു. ഇത് നോക്കൂ, VD സതീശൻ്റെ ഇന്നത്തെ നിലപാട് നോക്കൂ. VD സതീശൻ സത്യം പറഞ്ഞാൽ കൈയെടുത്ത് തൊഴുത് രക്ഷപ്പെട്ടു പോവുക ചെയ്തത്. കാരണം അദ്ദേഹം നേരത്തെ ഒരു നിലപാട് പറഞ്ഞു. എന്താണ്? അദ്ദേഹത്തെ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ നടന്നു. പക്ഷേ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആകുന്ന എപ്പോഴാണ്? ഇദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനകളോ ഇദ്ദേഹത്തിനെ അടുപ്പിക്കാതിരിക്കും, മാറ്റി നിർത്തുമ്പോഴാണ്. പാലക്കാട് ഈ പറയുന്ന എല്ലാ മെഷീനറികളിലും ശക്തിയുള്ള VD സതീശൻ വിചാരിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റേജസ് ഇയാൾക്ക് കൊടുക്കുന്നു, ഇയാൾ കയറി ഇടപെടുന്നു, സംസാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് VD സതീശൻ സൈഡ് ലൈൻഡായി പോയി. ഇതാണ് സംഭവിച്ചത്. അത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനകത്തെ ഏറ്റവും വലിയ റിഫ്റ്റുകളൊന്ന് ഷാഫി പറമ്പിലും VD സതീശനും തമ്മിലുള്ള റിഫ്റ്റാണിപ്പം. കാര്യം ഷാഫി പറമ്പിൽ അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സൈലൻ്റായിട്ടാണ് നിൽക്കുന്നെങ്കിലും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് വളരെ എവിഡൻ്റ്ലി അങ്ങ് നിന്നു. അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് VD സതീശൻ്റെ ഒരു നിലപാട് എടുത്ത ശേഷവും അദ്ദേഹത്തിന് അതുമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താ? അപ്പുറത്തെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് KPCC പ്രസിഡന്റിനോട് ചോദിക്കൂ. നോക്കൂ, നിങ്ങൾ തന്നെ ഒരു നടപടി എടുത്തിട്ട് ആ നടപടി നിങ്ങൾക്ക് അപ്ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ പിന്നെ ആ നടപടിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം പുറത്താണ്, അദ്ദേഹത്തിൻ്റെ അടുക്ക് ഒരു പ്രാവശ്യം നടപടി എടുത്തില്ലേ, രണ്ടാമത്തെ തവണ എങ്ങനെ നടപടി എടുക്കും? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും നടപടി എടുക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനകളും കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. നോക്കൂ, രാഹുൽ മാങ്കൂട്ടം നിയമസഭ വന്നത് എങ്ങനെയാ? തിരുവനന്തപുരത്തെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കൂട്ടത്തില. അദ്ദേഹത്തെ ഇവർക്ക് വിലക്കരുതോ? അതെന്തുകൊണ്ട് വിലക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് എനിക്കൊരു സംശയവുമില്ല കാര്യത്തിൽ. KMCC അതിൻ്റെ ഒരു ഭാഗമാണ്. മുസ്ലിം ലീഗിൻ്റെ അകത്ത് കോൺഗ്രസിന് കൊടുക്കാൻ പറ്റാത്ത വേദികൾ ഒരു സെക്കൻഡ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. കോൺഗ്രസിന് കൊടുക്കാൻ പറ്റാത്ത വേദികൾ മുസ്ലിം ലീഗിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് കളത്തിലിറക്കുന്നത് വഴി യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് ഈ പറയുന്ന VD സതീശനെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് നിശബ്ദനായി ഇരിക്കുന്ന ഒരു VD സതീശനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മിണ്ടാതിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരിക്കുന്ന ഒരു മോറൽ ഡീഗ്രഡേഷനാണ്. തെളിവ് വെച്ച് മാത്രമല്ല നമ്മൾ കാര്യം പറഞ്ഞത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. ദ ക്യൂ എന്ന് പറയുന്ന ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറഞ്ഞു, പാർട്ടിക്ക് ഇയാൾ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ഒരാളല്ലേ, മന്ത്രിയായിട്ടിരുന്ന ഒരാളല്ലേ, കോൺഗ്രസിൻ്റെ KPCC പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളാണത് പറയുന്നത്. ആ പറയുന്ന ആളുടെ വാക്ക് വിലക്കെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് സൈബർ കോൺഗ്രസ് സമ്മതിക്കുന്നില്ല. മറ്റു കോൺഗ്രസിന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. KPCC പ്രസിഡന്റ് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷാഫി പറമ്പിലും കൂട്ടിനും ഈ സൈബർ ആൾക്കാരോടാണ്. ഒറ്റ കാര്യം കൂടെ, അത് ഞാൻ അവസാനം പറഞ്ഞായിട്ട് ഒന്നുകൂടെ പറയണ്ട. ഈ വിഷയം എൻറ്റയർ എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ വന്നല്ലോ. ഒറ്റ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അപ്പോഴേ ഓടി പൊട്ടിത്തെറിച്ച് ബഹളം ഉണ്ടാക്കുന്ന ബിന്ദു കൃഷ്ണനെ കാണുന്നില്ല, ഷാനിമോൾ ഉസ്മാനെ കാണുന്നില്ല, ഉമാ തോമസ് ആദ്യം പറഞ്ഞു ഉമാ തോമസിനെ കാണുന്നില്ല. ആർക്കും മിണ്ടാൻ പറ്റുന്നില്ല. കാര്യം എന്താ?
അത്രത്തോളം അധിക്ഷേപമാണ് ഈ പറയുന്ന കൂട്ടർക്കെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്കറിയാം. അവരുടെ നിസ്സഹായതയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. ഞാൻ അവരെ മോശമാക്കി പറയാനില്ല. അവർ നിസ്സഹായമായി നിൽക്കുകയാണ്. ആ നിസ്സഹായത എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ നിർത്തി.